ഹലോ ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമുക്ക് പ്രൈവറ്റ് പബ്ലിക് പാർട്ടിസിപ്പേഷൻ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റാണ് നോക്കാനുള്ളത്. അപ്പം ബിസിനസ് എൻവയോൺമെൻറ്റിൽ നമുക്ക് ചുറ്റുപാടുമുള്ള കച്ചവട സ്ഥാപനങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ പ്രൈവറ്റ് ഓൺഡ് ആയിട്ടുള്ള എൻ്റർപ്രൈസുകളുണ്ട്, പബ്ലിക് എൻ്റർപ്രൈസുകളുണ്ട്, കോഓപ്പറേറ്റീവ് ഫേമുകളുണ്ട്. അങ്ങനെ പല മോഡൽ ഓഫ് ബിസിനസ് ഫോംസ് നമുക്ക് കാണാൻ പറ്റും. ഈ PPP മോഡൽ എന്ന് പറഞ്ഞാൽ പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ എന്ന് പറയുമ്പോൾ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചറിൽ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്നതാണ് ഏറ്റവും ചുരുക്കമായിട്ട് പറയുമ്പോൾ. പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചറിൽ പ്രൈവറ്റ് ഫിനാൻസ് എന്താ, നമുക്കിപ്പം ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റികളിൽ ഗവൺമെൻറ്റിന് എല്ലാ തരത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റികളും ഒരുക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഡിഫിക്കൽട്ട് പ്രോസസ്. സോ the government may seek assistance from the private parties concerned. അപ്പം റോഡാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ബ്രിഡ്ജാണെങ്കിൽ അങ്ങനെ, ഇനി വെയർ ഹൗസുകൾ നിർമ്മിക്കുക, അതുപോലെ വർക്ക്ഷോപ്പുകൾ, മിലിറ്ററി ബാരക്കുകൾ, ഇങ്ങനെയുള്ള പല സംഭവങ്ങളുണ്ട്. സ്കൂൾസ്, ഇപ്പം കർണാടകയിൽ ഇപ്പം അടുത്താണ്, മിനിയാന്ന് നാലെന്നറ്റ പേപ്പറിൽ കണ്ടിരുന്നു, കർണാടകയിൽ ഒരു മെഡിക്കൽ കോളേജ് PPP മോഡലിൽ ഗവൺമെൻറ് അതിനുള്ള റെക്കമെൻഡേഷൻ കൊടുത്തു എന്നും വായിച്ചിരുന്നു. അപ്പം സ്കൂളുകൾ, അതുപോലെ നമ്മുടെ മെഡിക്കൽ കോളേജുകൾ, റോഡുകൾ, ബ്രിഡ്ജുകൾ, വാട്ടർ സപ്ലൈ, ഓക്കെ, അതുപോലെ ഇങ്ങനെ നിരവധിയായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കും വന്നേക്കാം. അപ്പം ഇങ്ങനെ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റിക്ക് വേണ്ടിയിട്ട് എല്ലാ ആളുകൾക്കും ഇത് ലഭ്യമാക്കുക, അല്ലെങ്കിൽ നല്ലൊരു ഒരു പ്രോസ്പെറസ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റീനെ ഡെവലപ്പാക്കാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ടുണ്ടായിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് PPP മോഡൽ. ഓക്കെ, അപ്പോൾ ഈ PPP മോഡൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഒരു പഴയ കാലം, 2000 വർഷം ബാക്ക്, ഇപ്പോൾ റോമൻ എംപയേഴ്സൊക്കെ PPP മോഡൽ അവർ ചെയ്തിരുന്നു. പക്ഷേ അന്നതിന് PPP അങ്ങനെ എന്നുള്ളതല്ല. അവരെല്ലാം ഒരു പ്രത്യേക ഏരിയയിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് മറ്റുള്ള ജനങ്ങളുടെ, അതായത് എംപയർമാർ എന്ന് പറയുമ്പോൾ ചക്രവർത്തിമാർ എന്നാണ്, എന്നിട്ട് അപ്പോൾ അവരുടെ കീഴിലല്ലാത്ത പ്രൈവറ്റ് ആളുകളെ ഇത്തരം കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചിരുന്നു. അപ്പോൾ ശരിക്കും ഇത് നമ്മൾ ഈ കൺസെപ്റ്റ് ഈസ് എത്രയോ പഴക്കമുള്ളതാണ്. എനിക്ക് തോന്നുന്നത് ഹ്യൂമൻ മനുഷ്യൻ്റെ ഒരു വാസം, മനുഷ്യൻ്റെ ലൈഫ് തുടങ്ങിയ കാലം മുതലേ PPP ഉണ്ട്. പക്ഷേ ഇപ്പം മോഡേൺ യുഗത്തിൽ ഇതെല്ലാം കുറേ കൂടി ഒരു എന്തായി എല്ലാവരും അറിയുന്ന ഒരു ടേമായി മാറിയെന്ന് മാത്രം. ഓക്കെ, അപ്പോൾ പിന്നീട് ഫ്രാൻസ് എന്ന് പറഞ്ഞ രാജ്യം PPP മോഡൽ വിജയകരമായിട്ട് പരീക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ റോമൻ എംപയേഴ്സും ഫ്രാൻസും ഒക്കെയാണ് ഇതിൻ്റെ ആദ്യകാല വക്താക്കൾ. ദ കൺസെപ്റ്റ് ഓഫ് PPP വാസ് സക്സസ്ഫുള്ളി ഇംപ്ലിമെൻറ്റഡ് ബൈ റോമൻ എംപയേഴ്സ് ആൻഡ് ഇറ്റ് വാസ് ഡേയ്സ് ബാക്ക് 2000 ഇയേഴ്സ്, ഇത്രയും വർഷം മുന്നേ. ദെൻ ഫ്രാൻസ്, ഇംഗ്ലണ്ട്, ഇപ്പം ലോകത്തുള്ള ഒരുവിധ രാജ്യങ്ങളെല്ലാം PPP മോഡൽ നല്ല രീതിയിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, പരീക്ഷയ്ക്ക് എന്താ പ്രൈവറ്റ് പബ്ലിക് പാർട്ടിസിപ്പേഷൻ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ എഴുതേണ്ടത് ഇറ്റ് ഈസ് എ കൺസെപ്റ്റ് വിച്ച് ഈസ് റിയലി റിലേറ്റഡ് വിത്ത് ദ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ദ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ. ഓക്കെ, അപ്പോൾ പിന്നെ അതിൽ പ്രത്യേകിച്ച് എന്താ വെച്ചാൽ ഇത് ഉണ്ടാക്കുന്നു, മെയിൻറ്റെയിൻ ചെയ്യുന്നു, ചിലപ്പോൾ ഗവൺമെൻറ്റിന് ട്രാൻസ്ഫർ ചെയ്യും, ചിലപ്പോൾ ഈ പ്രൈവറ്റ് ആളുകൾ തന്നെ അതിൻ്റെ സർവീസ്, അവർ ചെയ്ത ഇത്രയും പൈസ അവർ മുടക്കിയതിൻ്റെ സർവീസ് എന്നുള്ള നിലയിൽ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങാം. അപ്പോൾ ഇനി ഇതിൻ്റെ പല വകഭേദങ്ങളുണ്ട്. ലീസിങ് എന്നും, അതുപോലെ കൺസെഷൻ എന്നും, അങ്ങനെ പിന്നെ BOT, ബിൽറ്റ് ഓൺ ടോൾ, അങ്ങനെയൊക്കെയുള്ള ബിൽറ്റ് ഓൺ ട്രാൻസ്ഫർ. അപ്പോൾ നമ്മൾ സത്യം പറഞ്ഞ പെട്ടെന്ന് ബിൽറ്റ് ഓൺ ടോൾ എന്ന് പറഞ്ഞാൽ ടോൾ പിരിവ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ പല വകഭേദങ്ങളുണ്ട് നമ്മുടെ PPP മോഡൽ. So the core concept is
private investment in the public infrastructure. Government or public authority will supervise the works. They may supply the specification of the product to the private agency, and the private agency concerned will create such facilities, and after the completion of the project, the entire project may handed over to the concerned authority, or they may run the project up to a specified period. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഈ പബ്ലിക്കിന് ഇത് ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും. ഇതാണ് PPP മോഡലിനെ കുറിച്ച് എനിക്ക് നിങ്ങൾക്ക് ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള നിലയിൽ പറയാൻ പറ്റുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ കണ്ടൻറ്റുകൾ നോക്കാം. അപ്പോൾ മീനിങ് നമ്മൾ പറഞ്ഞു, പിന്നെ അതിൻ്റെ ഫീച്ചേഴ്സ് ഉണ്ട്, ടൈപ്സ് ഉണ്ട്, പിന്നെ ഈ ബിൽഡ് ആൻഡ് ഓപ്പറേറ്റ് ട്രാൻസ്ഫർ, ഇതിൻ്റെ BOTയുടെ പല ടൈപ്സുകളുണ്ട്. അപ്പം ഈ PPP മോഡലിലെ അണ്ടറിലുള്ളതാണ് BOT. അതിന് പല വകഭേദങ്ങളുണ്ട്, പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. പിന്നെ ഇന്ത്യ ഗവൺമെൻറ് എടുത്ത കുറച്ച് ഇനീഷ്യേറ്റീവായുള്ള സ്റ്റെപ്പുകൾ ഈ PPP സക്സസ്ഫുള്ളായിട്ട് നടപ്പിലാക്കാൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അപ്പം PPP നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇറ്റ് ഈസ് എ കോപ്പറേറ്റീവ് അറേഞ്ച്മെൻറ്റ് ബിറ്റ്വീൻ പ്രൈവറ്റ് ആൻഡ് പബ്ലിക് സെക്ടർ. ശരിയല്ലേ? അവർ തമ്മിലുള്ളൊരു സഹകരണമാണ്. ദെൻ ദ കോൺട്രാക്റ്റ് മേ എക്സ്റ്റെൻഡ് ഫോർ ലോങ് ടൈം. ഈ വലിയ കാലയളവിൽ 8, 10, 15, 20 വർഷത്തേക്കൊക്കെയാണ് ഇങ്ങനെയുള്ള കോൺട്രാക്റ്റുകൾ ഉണ്ടാക്കുക. സോ ഒരു സർവീസ് മേഖലയിൽ ഏതെങ്കിലും തരത്തിലുള്ള സർവീസ് പ്രൈവറ്റ് അതോറിറ്റി ബിൽഡ് ചെയ്ത് അത് പബ്ലിക്കിന് അത് അവൈലബിൾ ആക്കണമെങ്കിൽ അവർ ചിലപ്പോൾ 1, 2, 3 വർഷം കൊണ്ടൊക്കെ ഇത് ഈ പ്രോജക്റ്റ് കംപ്ലീറ്റ് ആക്കും. പക്ഷേ അവർക്ക് അതിൻ്റെ പണവും അതിൻ്റെ പലിശ സഹിതം എല്ലാ കാര്യങ്ങളും കിട്ടണമെങ്കിൽ അതാണ് ടോൾ പിരിവ് 10 വർഷം കഴിഞ്ഞ് 20 വർഷം കഴിഞ്ഞ് പേപ്പറിലൊക്കെ വായിക്കാറുണ്ട്. എന്നിട്ട് ഇത്രയും ലാഭകരമായിട്ട് പോലും ടോൾ പിരിവ് നിർത്താതെ ആളുകളെല്ലാം പോയിട്ട് അത് തടുക്കുന്ന ഒരു വഴി, നീ ടോൾ കൊടുക്കണ്ടെന്നൊക്കെ പറഞ്ഞ് പേപ്പറിലൊക്കെ വായിച്ചിട്ടുണ്ടായിരിക്കും. സോ അതാണ് പബ്ലിക്. അപ്പം ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ഇത് എഴുതണം. ഇങ്ങനെയുള്ള മേഖലകളിൽ ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞില്ല, സ്കൂളായാലും ഈ മെഡിക്കൽ കോളേജുകളായാലും റോഡ്സ് ആയാലും പിന്നെ കനാൽസ് ആയാലും ദെൻ ബ്രിഡ്ജുകളായാലും മനസ്സിലാവില്ല, വെയർഹൗസുകൾ, ഗവൺമെൻറ് വെയർഹൗസുകൾ ഉണ്ടാക്കാറുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലെല്ലാം ഈ സർവീസ് മേഖലയായാലും PPP മോഡൽ പരീക്ഷിക്കുന്നുണ്ട്. ഓക്കെ, ദെൻ ഇനി പ്രൈവറ്റ് പബ്ലിക് പാർട്ട്ണർഷിപ്പ് ഹാവ് ബീൻ ഇംപ്ലിമെൻറ്റഡ് ഇൻ മൾട്ടിപ്പിൾ. പറഞ്ഞല്ലോ, ഒരുപാട് ഇന്ന് ലോകരാജ്യങ്ങളിൽ ഈ PPP മോഡൽ ഉപയോഗിക്കാത്ത രാജ്യങ്ങൾ വളരെ കുറവാണ്. മനസ്സിലായല്ലോ? അപ്പോൾ ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഈ ട്രാൻസ്പോർട്ട് സിസ്റ്റം ആയാലും സീവേജ്, പിന്നെ ഡ്രെയിനേജ് ആൻഡ് സീവേജ് സിസ്റ്റം, ഇതിനൊക്കെ നമ്മൾ PPP മോഡൽ ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, മനസ്സിലായി എന്ന് കരുതുന്നു ഇതിൻ്റെ മീനിങ്. ഇനി നമുക്കുള്ളത് ഇതിൻ്റെ ഫീച്ചേഴ്സാണ്. ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞപ്പോൾ ഇത് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൈവറ്റ് ആളുകളെല്ലാം ചെയ്യുക, ഗവൺമെൻറ് അതിനെ സൂപ്പർവൈസ് ചെയ്യുക. ഓക്കെ, ദ പ്രൈവറ്റ് സെക്ടർ ഈസ് റെസ്പോൺസിബിൾ ഫോർ ക്യാരിയിങ് ഔട്ട് the operating of the project and takes a substantial portion of the associated project risk. അല്ലെ, റിസ്കുകളെല്ലാം ഈ പ്രൈവറ്റ് ഏജൻസികളാണ് ഏറ്റെടുക്കുന്നത്. ഓക്കെ, ദെൻ പബ്ലിക് സെക്ടർ റോൾ കണ്ടില്ല, നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, മോണിറ്ററാണ്, മോണിറ്റർ ചെയ്യുക എന്നുള്ളതാണ്. അവർ പ്രോഡക്റ്റിൻ്റെ സ്പെസിഫിക്കേഷനാണ് ഗവൺമെൻറ് കൊടുക്കുക. ദെൻ ആ സ്പെസിഫിക്കേഷൻ അനുസരിച്ച് പ്രൊഡക്റ്റ് അവൈലബിൾ ആക്കേണ്ട ചുമതല പ്രൈവറ്റ് ഏജൻസിക്കാണ്. സോ ഗവൺമെൻറ് വിൽ മോണിറ്റർ ദ പെർഫോമൻസ് ഓഫ് ദ പ്രൈവറ്റ് എൻ്റർപ്രൈസ്. ഓക്കെ, ദെൻ അതുപോലെ ഇവരുടെ കോസ്റ്റ് റിക്കവേർഡ് ഇൻ ഹോൾ ഓർ ഫ്രം ദ ചാർജസ് റിലേറ്റഡ് ടു ദ യൂസ് ഓഫ് ദ സർവീസ് ഒക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ്. നമ്മൾ ആ സർവീസ് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്ന ചാർജാണ് ഇവരുടെ ഇങ്ങനെ ഈ ചാർജിലാണ് ഇവരുടെ കോസ്റ്റ് അത് റിക്കവർ ചെയ്യുക. ഓക്കെ, അല്ലെങ്കിൽ ചില അവസരത്തിൽ ഇവർ സർവീസ് കാര്യങ്ങളെല്ലാം ചെയ്ത് ഗവൺമെൻറ്റിന് കൊടുക്കാറുണ്ട്. അപ്പം ഗവൺമെൻറ് ഒരു പദ്ധതി, ഈ നമ്മൾ അതിനൊരു വേർഡുണ്ടല്ലോ, ബിസിനസ് BOP സിസ്റ്റം എന്നൊക്കെ പറയില്ല, നമ്മുടെ ഈ ഔട്ട്സൈഡ് പാർട്ടീസിന് കൊടുക്കുമല്ലോ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ. അപ്പോൾ ഗവൺമെൻറ് അതുപോലെ ഗവൺമെൻറ് അതോറിറ്റിക്ക് ചെയ്യുമ്പോൾ കൂടുതലായിട്ട് പൈസ വരും. അപ്പോൾ ഇവരെന്ത് ചെയ്യും, ഇത് പ്രൈവറ്റ് ഏജൻസിക്ക് കൊടുക്കുന്ന സമയത്ത് അവർ ഒരു പ്രത്യേക വില അല്ലെങ്കിൽ കാര്യങ്ങളെല്ലാം ഇത്ര വിലയുടെ ഉള്ളിൽ ഇങ്ങനെ സ്പെസിഫിക്കേഷനായിട്ടുള്ള പ്രൊഡക്റ്റ് വേണമെന്ന് പറഞ്ഞ് ഗവൺമെൻറ്റും അങ്ങനെ കൊടുക്കാറുണ്ട്. അപ്പം ഇവരെന്ത് ചെയ്യും, ഏജൻസികൾ ഗവൺമെൻറ്റിന് ആ കാര്യങ്ങളെല്ലാം ചെയ്ത് അങ്ങോട്ട് ഹാൻഡ് ഓവർ ചെയ്യുക, ഗവൺമെൻറ് ആ പൈസ കൊടുക്കുകയും ചെയ്യും. മനസ്സിലായല്ലോ? ചില സമയത്ത് ഏജൻസികൾ തന്നെ സർവീസ് ബിൽഡ് ചെയ്തിട്ട് അവരുടെ തന്നെ സ്വന്തമായിട്ട് അവർ കുറേ കാലം ഓപ്പറേറ്റ് ചെയ്തിട്ട് ഗവൺമെൻറ്റിന് ട്രാൻസ്ഫർ ചെയ്യുന്ന പരിപാടികളുണ്ട്. ഇങ്ങനെ പല വകഭേദങ്ങളുണ്ട്. അപ്പോൾ അതാണ് പറയുന്നത്. അപ്പോൾ ഒന്നുകിൽ അവർ സർവീസിൻ്റെ ചാർജായിട്ട് ഈടാക്കും, അല്ലെങ്കിൽ ഗവൺമെൻറ്റിന് പേയ്മെൻറ്റ് വഴി അവർക്ക് അവരുടെ പൈസ മുതലാവും. മനസ്സിലായല്ലോ?
ബിസിനസ് ഔട്ട്സോഴ്സിംഗ് ആണ് BOP എന്ന് പറയുമ്പോൾ പെട്ടെന്ന് എനിക്ക് കിട്ടുന്നത് ബിസിനസ് ഔട്ട്സോഴ്സിംഗ് പ്രോസസ്സ്. അപ്പം ആ ലെവലിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ഓക്കെ, ദെൻ ഇനി പബ്ലിക് സെക്ടർ പേയ്മെൻറ്റ്സ് ആർ ബേസ്ഡ് ഓൺ പെർഫോമൻസ് സ്റ്റാൻഡേർഡ്സ് ഓഫ് ദ സെറ്റ് ഔട്ട് ഇൻ ദ കോൺട്രാക്ട്. കണ്ടില്ലേ, അതാണ് ഗവൺമെൻറ് അവർക്ക് ഒരു കാര്യം ഏൽപ്പിക്കുന്ന സമയത്ത് അവർ അത്രയും വൃത്തിയായിട്ട് നല്ല ലെവലിൽ അത് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ദെൻ ഇഫ് ദർ ഈസ് അനദർ പ്രൊജക്റ്റ് ദ ഗവൺമെൻറ് മേ സപ്പോർട്ട് ദ എൻ്റർപ്രൈസ് വിച്ച് completed the project successfully in the previous ടെണർ. അപ്പോൾ ആ സമയത്ത് മുന്നേയുള്ള ടെണറിൽ നല്ല രീതിയിൽ കാര്യങ്ങളെല്ലാം ചെയ്ത ആളുകൾക്ക് പിന്നെയും ഗവൺമെൻറ് വീണ്ടും ഓരോ കരാറുകൾ കൊടുക്കും. അപ്പം ഗവൺമെൻറ് എപ്പോഴും എന്ത് ചെയ്യും, ആ പെർഫോമൻസ് അവർ നമ്മളെ സ്റ്റാൻഡേർഡിനനുസരിച്ചുള്ള പെർഫോമൻസ് ആണെങ്കിൽ അവരെന്ത് ചെയ്യും, നല്ല രീതിയിൽ പേയ്മെൻറ്റ് നൽകും, അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ കോൺട്രാക്റ്റിൽ ഉണ്ടായിരിക്കും. ഓക്കെ, പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രൈവറ്റ് സെക്ടറാണ് മെജോറിറ്റി ക്യാപിറ്റൽ കോസ്റ്റ് എന്ത് ചെയ്യാം, ഇത് കോൺട്രിബ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് ഇങ്ങനെയുള്ള കുറച്ച് ഫീച്ചേഴ്സാണ്. ഇനി നമുക്ക് PPP മോഡലിൻ്റെ 4 മേജർ ഫാമിലീസ് എന്ന് പറയുമ്പോൾ മാനേജ്മെൻറ്റ് കോൺട്രാക്റ്റ്, ലീസ് കോൺട്രാക്റ്റ്, കൺസെഷൻ എന്ന് പറയുമ്പോൾ അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞുതരാം. ബിൽഡ് ആൻഡ് ഓപ്പറേറ്റ് ട്രാൻസ്ഫർ, BOT. ഇങ്ങനെ 4 എന്തുണ്ട് മേജറായിട്ടുള്ള മോഡൽസ് എന്നുവെച്ചാൽ മാനേജ്മെൻറ്റ് കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഹോസ്പിറ്റലുകളായാലും പോർട്ടുകളായാലും ഇതൊക്കെ മാനേജ് ചെയ്യാനുള്ള കോൺട്രാക്റ്റ് പ്രൈവറ്റ് ആളുകൾക്ക് കൊടുക്കുകയാണ് ചെയ്യുക. ഇപ്പം നമ്മുടെ ഈ അദാനി ഗ്രൂപ്പൊക്കെ ഈ തിരുവനന്തപുരം എയർപോർട്ട് ഏറ്റെടുത്തൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുക. ഓക്കെ, അപ്പം ഇവരെന്ത് ചെയ്യും, ഇത്തരം ആ കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്തിട്ട് അതിൻ്റെ ഒരു പ്രത്യേക ഒരു ഇത്ര പൈസ ഗവൺമെൻറ്റിന് കൊടുക്കുക, ബാക്കി അവരെടുക്കുക എന്നുള്ളൊരു സംഭവമാണ് ഈ മാനേജ്മെൻറ്റ് കോൺട്രാക്റ്റ്. ഓക്കെ, അപ്പോൾ ഈ പോർട്ട്, ഹോസ്പിറ്റലുകൾ ഇതിലൊക്കെയാണ് നമ്മൾ ഇത്തരം കാര്യങ്ങളെ ഉപയോഗപ്പെടുത്താറ്. ഓക്കെ, അപ്പോൾ പ്രൈവറ്റ് ആളുകൾ ശരിയായ രീതിയിൽ അത് മാനേജ് ചെയ്യും എന്നുള്ള വിശ്വാസമാണ്. അപ്പോൾ നമ്മളുടെ ഗവൺമെൻറ്റിനെ ഗവൺമെൻറ് എൻ്റർപ്രൈസുകൾ സിക്ക് യൂണിറ്റ്സ് ആവുന്ന സമയത്ത് മാനേജ്മെൻറ്റ് കോൺട്രാക്റ്റുകൾ ഉണ്ടാക്കാറുണ്ട്. മനസ്സിലായല്ലോ. പിന്നെ അതുപോലെ ലീസ് കോൺട്രാക്റ്റ്, ലീസ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക കാലയളവിലേക്ക് ലീസിന് വിട്ടുകൊടുക്കുക ചെയ്യും, ഏതെങ്കിലും ഒരു പ്രത്യേക ഏരിയ. ഓക്കെ, എന്നിട്ട് ഇവരെന്ത് ചെയ്യും, ഈ അതിന് വേണ്ട ഇൻഫ്രാസ്ട്രക്ചർ കാര്യങ്ങളെല്ലാം ഉണ്ടാക്കും. നമ്മുടെ പ്രൈവറ്റ് ഏജൻസീസ്. അതാണ് ലീസ് കോൺട്രാക്റ്റ്. 20 വർഷം വരെയൊക്കെ ഇത് നീണ്ടാക്കിയ ലീസ് കോൺട്രാക്റ്റ്. അപ്പോൾ സംഭവമൊക്കെ അടിസ്ഥാനപരമായിട്ട് ഒരു തന്നെയാണ്, പക്ഷേ ഓരോ മോഡലായിട്ട് അത് നടപ്പിലാക്കുന്നു എന്ന് മാത്രം. മാനേജ്മെൻറ്റ് കോൺട്രാക്റ്റിലാണെങ്കിൽ അവർക്ക് എന്തുണ്ടാവില്ല, അവർ കാര്യങ്ങളെല്ലാം ഏറ്റെടുത്തിട്ട് ഇത്ര ഗവൺമെൻറ് ഉണ്ടായിരിക്കും. ലീസ് കോൺട്രാക്റ്റിലാവുമ്പോൾ ലീസിങ് എന്നുള്ള രീതിയിലാണ് ഗവൺമെൻറ് ഇവർക്ക് എന്ത് ചെയ്യുക, പ്രതിഫലം കൊടുക്കുക. മനസ്സിലായല്ലോ. പിന്നെ കൺസെഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഏറ്റവും ആദ്യമായിട്ട് ഞാൻ പറഞ്ഞില്ല, റോമൻ എംപയേഴ്സ് ഈ PPP മോഡൽ പരീക്ഷിച്ചത് കൺസെഷൻ എന്നുള്ള രീതിയിലായിരുന്നു. കൺസെഷൻ എന്ന് പറഞ്ഞാൽ ഒരു എൻറ്റയർ ഏരിയ, ഒരു വാസ്റ്റായിട്ട് ഉള്ള ഏരിയയിൽ ആ ഏരിയയുടെ ഓപ്പറേഷനായാലും മെയിൻ്റനൻസ് ആണ്, മാനേജ്മെൻ്റ് ആണ്, കൺസ്ട്രക്ഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ പ്രോസസ്സ്, ഇതെല്ലാം പ്രൈവറ്റ് ഏജൻസികൾക്ക് കൊടുക്കുന്നതാണ് കൺസെഷൻ എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞത് എളുപ്പമാണ്, കാരണം ഇതിൻ്റെ കോർ ആൻഡ് അതിൻ്റെ ബേസിക് എലമെൻ്റ് ഒന്നാണ്. പക്ഷേ നമ്മൾ പല രീതിയിൽ അതിനെ പല പേരുകളിലായിട്ട് അത് കൊടുക്കുന്നു. ഇപ്പോൾ ഒരു മൊത്തം ഒരു വില്ലേജ് അല്ലെങ്കിൽ ഒരു ഗ്രാമമൊക്കെ ദത്തെടുക്കുക എന്നൊക്കെ പറഞ്ഞ പോലെ മൊത്തം ഒരു വൈഡായിട്ടുള്ള ഏരിയ, അവിടെ വേണ്ട എല്ലാ ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റികളും ഈ പ്രൈവറ്റ് ഏജൻസികൾ ഉണ്ടാക്കി തന്നെ നമ്മൾ കൺസെഷൻ എന്ന് പറയും. ഇപ്പോൾ ഈ സമയത്ത് നിങ്ങൾ ഈ നമ്മുടെ സെസ് എന്നൊക്കെ പറയില്ലേ, സ്പെഷ്യൽ എക്കണോമിക് സോൺ, അതുമായിട്ടൊക്കെ കൂട്ടി ഇണക്കി വായിക്കുക, കാരണം എല്ലാം പ്രൈവറ്റ് ആൾക്കാർ ഉണ്ടാക്കി കൊടുക്കുന്ന അവസ്ഥ. അപ്പോൾ അതാണ് കൺസെഷൻ എന്ന് പറഞ്ഞത്. ഓക്കെ, ഇനി ബിൽഡ് ഓപ്പറേറ്റ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ ഇതും എളുപ്പമാണ്. ഇത് ഒരാൾ പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ BOT ചുങ്കപ്പാത എന്നൊക്കെ പറഞ്ഞാൽ എപ്പോഴും പേപ്പറിലും പിന്നെ ചില വീടുകളുടെ മുന്നിലൊക്കെ ഉണ്ടാവും BOT പാതയ്ക്ക് വേണ്ടിയിട്ട് സ്ഥലം ഏറ്റെടുക്കാൻ അങ്ങോട്ട് വരരുതെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ബിൽഡ് ഓപ്പറേറ്റ് ടോൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഏതെങ്കിലും ഒരു പ്രൊജക്റ്റ് പ്രൈവറ്റ് ഏജൻസികൾ ബിൽഡ് ചെയ്തിട്ട് അവർ കുറച്ച് ഓപ്പറേറ്റ് ചെയ്ത് പിന്നെ ട്രാൻസ്ഫർ ചെയ്യുന്ന പരിപാടിയാണ് ട്രാൻസ്ഫർ എന്ന ഗവൺമെൻറ്റിന് ട്രാൻസ്ഫർ ചെയ്യുന്ന പരിപാടി. അതാണ് ബിൽഡ് ഓപ്പറേറ്റ് ട്രാൻസ്ഫർ. ഓക്കെ, അപ്പോൾ കൺസെഷൻ പോലെ തന്നെയാണ്, പക്ഷേ ഇവിടെ ഒരു സ്പെഷ്യലൈസ്ഡ് ഏരിയയിൽ മാത്രം. കൺസെഷൻ എന്ന് പറയുമ്പോൾ ഒരുവിധം എല്ലാ കാര്യങ്ങളും അതിൽ പെടും. പക്ഷേ ബിൽഡ് ഓപ്പറേറ്റഡ് ട്രാൻസ്ഫർ എന്ന് പറയുമ്പോൾ ഒരു സ്പെസിഫൈഡ് പ്രൊജക്റ്റ് മാത്രം. ചിലപ്പോൾ റോഡായിരിക്കാം, ബ്രിഡ്ജായിരിക്കാം,
കനാൽസ് ആയിരിക്കാം, വാട്ടർ സപ്ലൈ ആയിരിക്കാം, മനസ്സിലായല്ലോ, സ്കൂളുകളായിരിക്കാം, കോളേജുകളായിരിക്കാം. അപ്പോൾ അതാണ് ഏത് ബിൽഡ് ഓപ്പറേറ്റ് ട്രാൻസ്ഫർ ഒക്കെ. കൺസെഷൻ എന്ന് പറയുമ്പോൾ എൻറ്റയർ ഫെസിലിറ്റി വരുമല്ലോ. ഓക്കെ, അപ്പോൾ കൺസെഷൻ്റെ ഒരു ഭാഗമായിട്ട് നമുക്ക് ഏതിനെ വായിക്കാം? ബിൽഡ് ഓപ്പറേറ്റ് ട്രാൻസ്ഫർ എന്നുള്ളതിനെ വായിക്കാം. ഓക്കെ, അതാണ് ബിൽഡ് ഓപ്പറേറ്റ്. ഇനി അതിൽ പല കാര്യങ്ങളുണ്ട്. ബിൽഡ് ഓപ്പറേറ്റ് ട്രാൻസ്ഫർ അതിൽ പല ടൈപ്സുകളുണ്ട്. ആദ്യം എന്ന് പറയുന്നത് BOT തന്നെയാണ്. അപ്പോൾ നമ്മളെന്ത് BOT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഒരു സ്പെസിഫൈഡ് പ്രൊജക്റ്റ് പ്രൈവറ്റ് ഏജൻസികൾ ബിൽഡ് ചെയ്ത് ഓപ്പറേറ്റ് ചെയ്ത് പിന്നെ ഗവൺമെൻറ് ട്രാൻസ്ഫർ ചെയ്യുക നിശ്ചിത കാലത്തിന് ശേഷം. അപ്പോൾ റോഡ് നിർമ്മാണത്തിനാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനെ ഉപയോഗിക്കാറ്. BOT എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് റോഡ് നിർമ്മാണത്തിനാണ്. അപ്പം ഒരു ഇത്ര കിലോമീറ്റർ മുതൽ ഇത്ര കിലോമീറ്റർ വരെയുള്ള റോഡുകൾ നിർമ്മിച്ച് അവർ കുറേ കാലം അവർ ടോളുകൾ പിരിക്കും ഈ പ്രൈവറ്റ് ഏജൻസി, പിന്നെ അത് ഗവൺമെൻറ് ട്രാൻസ്ഫർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത് നമ്മുടെ BOT എന്ന് പറഞ്ഞത്. പിന്നെ ബിൽഡ് ഓൺ ഓപ്പറേറ്റ് ട്രാൻസ്ഫർ ഉണ്ട്, ബൂട്ട് എന്ന് പറയും. എന്നുവെച്ചാൽ എന്താ, ബിൽഡ് ചെയ്യുന്ന അവർ സ്വന്തമാകും. അതായത് പ്രൈവറ്റ് കാര്യങ്ങൾ പ്രൈവറ്റ് ഏജൻസികൾ ഇതെല്ലാം ബിൽഡ് ചെയ്ത് ഫെസിലിറ്റി എല്ലാം അവർ തന്നെയാണ്, അവരുടെ കയ്യിൽ തന്നെ ഉണ്ടായിരിക്കുക. മനസ്സിലായല്ലോ. പിന്നെ കുറച്ച് കാലം അവർ ഓപ്പറേറ്റ് ചെയ്ത് പിന്നെ ഗവൺമെൻറ് ട്രാൻസ്ഫർ ചെയ്യുക. അപ്പോൾ ഈ അവരുടെ കൺസ്ട്രക്ഷൻ കോസ്റ്റ് എല്ലാം അവരെന്ത് ചെയ്യും, ഈ ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് എടുത്തിട്ട് അറ്റ് ദ എൻഡ് ഓഫ് ദ കോൺട്രാക്ട് ദ ഫെസിലിറ്റി ഹാൻഡഡ് ബാക്ക് ടു ദ ഗവൺമെൻറ്. കണ്ടില്ലേ, അവരുടെ എല്ലാ പൈസയും കാര്യങ്ങളെല്ലാം മുതലായി കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, പിന്നെ അത് ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ BOT എന്ന് പറഞ്ഞാൽ അവർക്ക് ഓണർഷിപ്പ് ഇല്ല, പക്ഷേ ബൂട്ടിൽ അവർക്ക് ഓണർഷിപ്പും ഉണ്ട്. ആർക്ക്? പ്രൈവറ്റ് ഏജൻസികൾക്ക്. അപ്പോൾ അതൊക്കെ ഓരോ ചെറിയ ചെറിയ സംവിധാനങ്ങളാണ്, അത്ര വലിയ കാര്യങ്ങളല്ല. പിന്നെ ബിൽഡ് ഓൺ ഓപ്പറേറ്റ് എന്നുണ്ട്. എന്ന് വെച്ചാൽ എന്താ, ബിൽഡ് ചെയ്യുന്നു, ഓൺ ചെയ്യുന്നു, ഓപ്പറേറ്റ് ചെയ്യുന്നു, ഗവൺമെൻറ്റിന് അത് ട്രാൻസ്ഫർ ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ വാട്ടർ പവർ പ്ലാൻ ഇതിനൊക്കെ നമ്മൾ ഭൂ എന്ന് പറഞ്ഞുള്ള ആ സിസ്റ്റം ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ BOT ആയി, ബൂട്ടായി, ഭൂവായി. ഓക്കെ, പിന്നെ നമുക്കുള്ളത് ഡിസൈൻ ബിൽഡ് എന്ന് പറഞ്ഞ വേറൊരു സംഭവമുണ്ട്. ഡിസൈൻ ബിൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, പ്രൈവറ്റ് പാർട്ട്ണർ ഒരു കാര്യം ഡിസൈൻ ചെയ്തിട്ട് നമ്മളെ ഈ ഒരു സ്പെസിഫിക് പെർഫോമൻസ് ഡിസൈൻ ചെയ്തിട്ട് അത് പിന്നെ എന്ത് ചെയ്തു, നമ്മുടെ ഈ ഗവൺമെൻറ് ആളുകളിൽ, ഗവൺമെൻറ് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രൊജക്റ്റിൻ്റെ ഡിസൈൻ ബിൽഡ് ചെയ്യാൻ ആരെ ഏൽപ്പിക്കുന്നു? നമ്മുടെ പ്രൈവറ്റ് ഏജൻസീനെ ഏൽപ്പിക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ പ്രോജക്റ്റ് ബിൽഡ് ചെയ്തിട്ട് നമ്മുടെ ഗവൺമെൻറ്റിന് അത് പിന്നെ കൊടുക്കുന്നതാണ് എന്ത്, ഡിസൈൻ ബിൽഡ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഡിസൈൻ ബിൽഡ് ഫിനാൻസ് ഉണ്ട്. പ്രൊജക്റ്റ് അവർ ഡിസൈൻ ചെയ്യും, ബിൽഡ് ചെയ്യും, അതിന് ഫിനാൻസ് കൂടി അവർ എന്ത് ചെയ്യും, സപ്ലൈ ചെയ്യും. അതാണ് ഡിസൈൻ ബിൽഡ് ഫിനാൻസ് എന്ന് പറയുന്നത്. പിന്നെ ഡിസൈൻ കൺസ്ട്രക്റ്റ് മെയിൻ്റെനൻ ഫിനാൻസ് ഉണ്ട്. ഡിസൈൻ ചെയ്യുന്നു, കൺസ്ട്രക്ട് ചെയ്യുന്നു, മെയിൻറ്റെയിൻ ചെയ്യുന്നു, ഫിനാൻസും ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ റോളുകൾ ഇങ്ങനെ കുറേ കൂടി കൂടുതലാവുന്ന പരിപാടി, അത്രയേ ഉള്ളൂ. കോറായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് തന്നെ. പിന്നെ ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റനൻസ് മാത്രമുണ്ട്. അപ്പോൾ ഓൾറെഡി ഇപ്പം ഗവൺമെൻറ് ഏതെങ്കിലും മൊണുമെൻറ്റ്സ്, നല്ല വലിയ വലിയ കാര്യങ്ങൾ, ഇപ്പം താജ്മഹൽ എന്ന് പറയുന്ന സംഭവം ഇപ്പോൾ UP ഗവൺമെൻറ് പ്രൈവറ്റ് ഏജൻസികൾക്ക് അത് നടത്താൻ കൊടുത്തു എന്ന് പറഞ്ഞ് ഒരു വാർത്ത വന്നിരുന്നു. അപ്പോൾ അതുപോലെ അതാണ് എന്ത് ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റനൻസ് എന്ന് പറഞ്ഞത്. ഗവൺമെൻറ്റിൻ്റെ കയ്യിലുള്ള എന്തെങ്കിലും ഒരു കാര്യം, അതിൽ നിന്ന് എന്തെങ്കിലും ഒരു വരുമാനം കിട്ടാൻ, അല്ലെങ്കിൽ ഗവൺമെൻറ്റിന് അതിൻ്റെ ഓപ്പറേഷണൽ എക്സ്പെൻസ് എല്ലാം കൂടുതലാണെങ്കിൽ ഗവൺമെൻറ് പ്രൈവറ്റ് ഏജൻസികളെ ഏൽപ്പിക്കും. അവരെന്ത് ചെയ്യും, ടേംസ് കരാറിൽ പറഞ്ഞ പ്രകാരം എന്ത് ചെയ്യും, ഈ കാര്യങ്ങളെല്ലാം ഓപ്പറേറ്റ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്തിട്ട് അതിൽ നിന്ന് വരുമാനം ഇത്തിരി അവരെടുക്കും, പിന്നെ അത് ഗവൺമെൻറ്റിനും കൊടുക്കും. ഇതാണ് എന്ത് ഓപ്പറേറ്റ് ആൻഡ് മെയിൻ്റനൻസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ബോട്ടുണ്ട്, ബൂട്ടുണ്ട്, ഭൂ ഉണ്ട്, ഡിസൈൻ ബിൽഡ് ഉണ്ട്, ഡിസൈൻ ബിൽഡ് ഫിനാൻസ് ഉണ്ട്. ഈ കാര്യങ്ങളെല്ലാം എഴുതി വെച്ചാൽ മതി, വളരെ സിമ്പിളാണ്, മനസ്സിലാക്കാനൊക്കെ എളുപ്പമാണ്. ഓക്കെ, ഇനി നമുക്ക് ഗവൺമെൻറ്റിൻ്റെ ഇനീഷ്യേറ്റീവ് നോക്കാം. ഈ നമ്മുടെ PPP മോഡൽ നടപ്പിലാക്കുന്നതിൽ ഗവൺമെൻറ്റിൻ്റെ ഇനീഷ്യേറ്റീവാണ് നോക്കുന്നത്. അപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് ഈ പ്രൈവറ്റ് പബ്ലിക് പാർട്ടിസിപ്പേഷന് ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്ന ഒരു ഗവൺമെൻറ്, മുന്നേ അതെ ഇപ്പോഴും അതെ. അപ്പോൾ ആദ്യമായിട്ട് ഇതിനൊരു കമ്മിറ്റി തന്നെ രൂപീകരിച്ചിട്ടുണ്ട്. 2004 അന്ന് ഞാൻ കരുതുന്നത് ദാറ്റ് അഡ്മിനിസ്ട്രേഷൻ വാസ് ഹെഡഡ് ബൈ ശ്രീ മൻമോഹൻ സിംഗ് ആണ് അല്ലേ, മൻമോഹൻ സിംഗ് ആയിരുന്നു അന്ന് ഭരിച്ചിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലൊരു കമ്മിറ്റി ഉണ്ടാക്കി. എന്തിനു വേണ്ടിയിട്ട്? COI കമ്മിറ്റി ഓൺ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞൊരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു.
ഓക്കെ. എന്തിനു വേണ്ടിയിട്ട്? ഈ ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റികളുടെ വിലയിരുത്തലിന് വേണ്ടിയിട്ട്. ഇവർ ഉണ്ടാക്കി തരുന്ന ഫെസിലിറ്റികളൊക്കെ എങ്ങനെ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് ആണോ, മനസ്സിലായല്ലോ. അതുപോലെ ഈ നമ്മളെ ടാർഗറ്റ് വിചാരിച്ച പോലെ അച്ചീവ് ചെയ്യുന്നുണ്ടോ, ഇതൊക്കെ നോക്കാനായിട്ട് പല പല കാര്യങ്ങൾ ഇവർ പ്രൈവറ്റ് ഏജൻസികൾക്ക് കൊടുക്കുന്ന സമയത്ത് ഈ പ്രൈവറ്റ് ഏജൻസികൾക്ക് ദെൻ ദേ ആർ ബിൽഡിംഗ് ദീസ് കൈൻഡ്സ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് വെദർ ഇറ്റ് ഈസ് ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഓർ വെദർ ഇറ്റ് ഈസ് ബിൽഡ് അപ് ടു ദ മാർക്ക് സെറ്റ് ബൈ ദ ഗവൺമെൻറ് അതോറിറ്റീസ്. അപ്പം അതൊക്കെ നോക്കാനായിട്ട് ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിരുന്നു 2004. പിന്നെ നമ്മൾ പറയുകയാണെങ്കിൽ IIFCL എന്ന് പറയും, ഇന്ത്യ ഇൻഫ്രാസ്ട്രക്ചറൽ ഫിനാൻസ് കമ്പനി ലിമിറ്റഡ്. ഇന്ത്യ ഇൻഫ്രാസ്ട്രക്ചറൽ ഫിനാൻസ് കമ്പനി ലിമിറ്റഡ് അനദർ ഇനീഷ്യേറ്റീവാണ് ഗവൺമെൻറ്റിൻ്റെ ഫോർ ഉഷറിങ് ദ PPP മോഡൽ. അപ്പം ഇതിലെന്താണെന്ന് വെച്ചാൽ 20% ഓഫ് ദ പ്രൊജക്റ്റ് കോസ്റ്റ്, 1/2 ഓഫ് ദ ലെൻഡിങ് ക്യാൻ ആൾസോ ബി ഇൻ ദ ഫോം ഓഫ് ഈ IIFCL ലോങ് ടേം ലോണുകൾ കൊടുക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? ഈ ഇൻഫ്രാസ്ട്രക്ചറൽ പ്രോജക്റ്റുകൾ ഫിനാൻസ് ചെയ്യാനായിട്ട് ലോങ് ടേം ലോണുകൾ കൊടുക്കും. അപ്പോൾ ഒരു പ്രൈവറ്റ് ഏജൻസിക്ക് ആ ലോണുകൾ ആ കാര്യങ്ങളെല്ലാം എടുത്തിട്ട് കാര്യങ്ങൾ നിർമ്മിച്ച് തരാൻ പറ്റും, മനസ്സിലായില്ല. അപ്പോൾ ലോങ് ജസ്റ്റേഷൻ പീരീഡാണ്. സോ ദിസ് ഈസ് എ ഇൻസ്റ്റിറ്റ്യൂഷൻ വിച്ച് ഈസ് സ്ട്രോങ്ലി കണക്റ്റഡ് വിത്ത് ദ PPP സിസ്റ്റം ഓഫ് അല്ലെങ്കിൽ PPP വേ ഓഫ് ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റികൾ. അപ്പോൾ പ്രൈവറ്റ് ഏജൻസികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ IIFCLനെ ഉപയോഗപ്പെടുത്താൻ പറ്റും. ദേ ക്യാൻ ബോറോ ലോങ് ടേം ലോൺസ് ആൻഡ് that loan will be for a long gestation period. They can utilize that amount, they can build the infrastructure facilities and can hand over that facility to the government. മനസ്സിലായല്ലോ. അപ്പോൾ അങ്ങനെ ഇതാണ് ഇത് IIFCL, മനസ്സിലായല്ലോ. അപ്പോൾ നമ്മൾ ഈ എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്ക് ഒക്കെ പോലെ എക്സ്പോർട്ടിനും ഇമ്പോർട്ടിനും സഹായിക്കാനായിട്ടുള്ള ബാങ്ക് പോലെയാണ് IIFCL. ഇത് പ്രൈവറ്റ് പബ്ലിക് പാർട്ടിസിപ്പേഷന് ലോണുകൾ കൊടുക്കുന്ന ഒരു പരിപാടിയാണ്, മനസ്സിലായല്ലോ. നെക്സ്റ്റ് നമുക്ക് IIPDF എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. IIPDF എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്റ്റ് ഡെവലപ്മെൻറ്റ് ഫണ്ടാണ്. ഇതൊരു ഫണ്ടാണ്. ഇന്ത്യ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി പ്രൊജക്റ്റിന് വേണ്ടി ഫണ്ട് ഉണ്ടാക്കുന്ന സംഭവമാണ് ഇത് IIPDF. ഓക്കെ. അപ്പോൾ അത് ഒരു ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ വേറൊരു ഇനീഷ്യേറ്റീവാണ്. ഇതിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ ഈ PPP മോഡലിന് വേണ്ടിയിട്ട്, മനസ്സിലായല്ലോ. പിന്നെ വേറെയും കുറേ കാര്യങ്ങളുണ്ട്. പ്രൈവറ്റ് പബ്ലിക് പാർട്ട്ണർഷിപ്പ് അപ്രൈസൽ കമ്മിറ്റി ഉണ്ട്. ഓക്കെ. അതുപോലെ എംപവേർഡ് കമ്മിറ്റി പറഞ്ഞൊരു സംഭവമുണ്ട്. അപ്പോൾ ഈ PPAC പ്രൈവറ്റ് പബ്ലിക് പാർട്ട്ണർഷിപ്പ് അപ്രൈസൽ കമ്മിറ്റി പറഞ്ഞാൽ ഇത് അപ്രൈസ് ചെയ്യാനാണ്. നമ്മുടെ കാര്യങ്ങൾ എത്രത്തോളം ശരിയായ രീതിയിൽ അല്ലെങ്കിൽ പ്രോജക്റ്റിനെല്ലാം അപ്രൈസ് ചെയ്യാം. പ്രൊജക്റ്റിൻ്റെ പൈസ എത്രത്തോളം വരും അങ്ങനെയൊക്കെ അപ്രൈസ് ചെയ്തിട്ടാണ് നമ്മൾ ഇതെന്ത് ചെയ്യുക? പ്രൈവറ്റ് ഏജൻസികൾക്ക് കൊടുക്കുക. അതിനാണ് PPPAC എന്ന് പറയുന്ന വേറൊരു കമ്മിറ്റി. ഓക്കെ. പിന്നെ എംപവേർഡ് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ഈ ഇന്റർ മിനിസ്റ്റീരിയൽ കമ്മിറ്റിയാണ്. എന്തിനു വേണ്ടിയിട്ട്? വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിങ്. പക്ഷേ നമ്മൾ കൊടുക്കുന്ന ഫണ്ടിങ്, അതായത് PPP വഴി ചെയ്യുന്ന പ്രോജക്റ്റുകൾക്ക് 20% വരെ അതിൻ്റെ കോസ്റ്റ് ഓഫ് ദ ഇൻഫ്രാസ്ട്രക്ചർ, ആ പ്രോജക്റ്റിൻ്റെ 20% കോസ്റ്റ് ഇവർക്ക് കൊടുക്കുക. ആർക്ക്? ഈ പ്രൈവറ്റ് ഏജൻസികൾക്ക് കൊടുക്കുക. അത് നോക്കാനായിട്ടുള്ളതാണ് ഇത് എംപവേർഡ് കമ്മിറ്റി. ഓക്കെ. അപ്പോൾ ഒരുപാട് ന്യൂമറസ് ആയിട്ടുള്ള പ്രോജക്റ്റുകൾ ഗവൺമെൻറ് ഈ PPP വഴി ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളുടെ ഒരു 20% കോസ്റ്റ് ആർക്ക് കൊടുക്കുക? നമ്മുടെ പ്രൈവറ്റ് ഏജൻസികൾക്ക് കൊടുക്കുക. അപ്പോൾ അവരത് ചെയ്യുന്നതിനനുസരിച്ച് പിന്നെ അവരുടെ പൈസ ഇങ്ങനെ വീണ്ടും കൊടുക്കുക. അതാണ് ഈ എംപവേർഡ് കമ്മിറ്റി എന്ന് പറയുന്ന ഒരു സംഭവം. എംപവേർഡ് കമ്മിറ്റി ഇവർക്കാണ് ഇതിൻ്റെ അധികാരം. ഏത്? ഈ 20% ഓഫ് ദ കോസ്റ്റ് കൊടുക്കാനുള്ള അധികാരം എംപവേർഡ് കമ്മിറ്റി. അപ്പോൾ കാര്യങ്ങളെല്ലാം വിലയിരുത്തി അവർ ചെയ്യും. അതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് PPP മോഡലിൽ നോക്കാനുള്ളത്. അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടി അതൊന്ന് ബ്രീഫായിട്ട് പറയാം. പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചറിൽ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ളതാണ് PPP.
പിന്നെ ഇതിൻ്റെ ഒരു എവല്യൂഷൻ്റെ അല്ലെ പഴയ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ റോം, ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളിൽ റോമൻ ചക്രവർത്തിമാർ ഉപയോഗിച്ചിരുന്നു. ഈ കൺസെഷനൊക്കെയാണ് അവർ ആദ്യകാലങ്ങളിൽ ഉപയോഗിച്ചിരുന്നത്. പിന്നെ ഫ്രാൻസ് മനോഹരമായിട്ട് വളരെ സക്സസ്ഫുള്ളായിട്ട് PPP മോഡൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത രാജ്യമാണ്. അപ്പോൾ അവർ സ്ട്രീറ്റ് ലൈറ്റുകൾ ഉണ്ടാക്കാനും കനാൽസ് ഉണ്ടാക്കാനും റോഡ്, ബ്രിഡ്ജ്, വാട്ടർ സപ്ലൈ, ഡ്രെയിനേജ് സിസ്റ്റം, സ്കൂളുകൾ, മെഡിക്കൽ കോളേജുകൾ, വെയർ ഹൗസുകൾ, മിലിറ്ററി ബാരക്കുകൾ, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ടാക്കാനായിട്ട് PPP മോഡൽ ഫ്രാൻസ് ഉപയോഗിച്ചിരുന്നു. പിന്നീട് അത് മറ്റുള്ള രാജ്യങ്ങളിലും വന്നു. ഇപ്പം ഏറ്റവും കൂടുതൽ PPP മോഡൽ ഉപയോഗിക്കുന്ന രാജ്യങ്ങളിൽ ഒന്നായിട്ട് നമ്മുടെ ഭാരതവും അല്ലെങ്കിൽ ഇന്ത്യയും ഉണ്ട്. ചൈന ഇത് നന്നായി ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഇംഗ്ലണ്ട്, അങ്ങനെ അമേരിക്ക, എല്ലാ രാജ്യങ്ങളും ഇത് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഓക്കെ. പിന്നെ നമ്മൾ PPP മോഡലിൻ്റെ ഫീച്ചേഴ്സ് പറഞ്ഞു അല്ലേ. പ്രൈവറ്റ് പബ്ലിക് പാർട്ടിസിപ്പേഷനിൽ ആ കാര്യം മാത്രം ചിന്തിച്ചാൽ മതി. പ്രൈവറ്റ് ആളുകൾ പൈസ ഇറക്കുന്നു, ഗവൺമെൻറ് മോണിറ്റർ ചെയ്യുന്നു. പിന്നെ പ്രൈവറ്റ് ഏജൻസികൾ അവരുടെ കോസ്റ്റ് ഇതിൻ്റെ ഫീസിലൂടെ ഈടാക്കുന്നു, അല്ലെങ്കിൽ റീപേയ്മെൻറ്റ് ബൈ ദ ഗവൺമെൻറ് അതോറിറ്റീസ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഫീച്ചേഴ്സ്. പിന്നെ നമ്മളതിൻ്റെ പല തരത്തിൽ പറഞ്ഞു അല്ലേ. എന്താ PPP മോഡൽ നമ്മൾ പറഞ്ഞു എന്നുവെച്ചാൽ ഈ കൺസെഷൻ ഉണ്ട്, പിന്നെ അതുപോലെ നമ്മുടെ ലീസ് കോൺട്രാക്റ്റ് ഉണ്ട്, മാനേജ്മെൻറ്റ് കോൺട്രാക്റ്റ് ഉണ്ട്, അതുപോലെ BOT ഉണ്ട്. മനസ്സിലായല്ലോ. BOTയുടെ പല വകഭേദങ്ങൾ പറഞ്ഞു. ഇത്രയാണ് നമുക്ക് PPP മോഡലിൽ. ഇതൊരു ബ്രീഫായിട്ടുള്ളൊരു സംഭവമാണ്. അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ നെറ്റിലൊക്കെ നോക്കിയിട്ട് ചെയ്യണം. PPP മോഡൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്, പിന്നെ മോസ്റ്റ് പ്രോമിനൻ്റ് ആയിട്ടുള്ള PPP മോഡൽ, ഇന്ത്യയിൽ മോസ്റ്റ് പ്രോമിനൻ്റ് ആയിട്ട് PPP മോഡൽ ഏതൊക്കെയാണെന്നൊക്കെ പറഞ്ഞ് പല കാര്യങ്ങളും നിങ്ങൾക്ക് നെറ്റിൽ സെർച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി വേറൊരു ദിവസം നമുക്ക് നോക്കാം.